Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആണ്. വാട്ടർമെലൺ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസ്. ഇപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ വാട്ടർമെലൺ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ്സിന് അടുക്കൽ പാലാണ്. നമ്മൾ വീടുകളിലൊക്കെ വാങ്ങുന്ന പാലാണെങ്കിൽ അത് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പോൾ തണുപ്പിച്ചെടുത്ത പാലാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ജാമാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സ്ട്രോബെറിയുടെ ജാം ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ജാമും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വേണം മധുരം ചേർക്കാനായിട്ട്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ബേസിൽ സീഡ്സ് ആണ്. ബേസിൽ സീഡ്സ് ഒരു അരമണിക്കൂർ മുമ്പ് ഞാനിതുപോലെ കുറച്ച് വെള്ളത്തിലെടുത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് കുതിർത്തെടുക്കുന്നതെന്ന്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാഞ്ഞത്. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ സ്പെഷ്യൽ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ആണ്. അതുപോലെ തന്നെ ഇപ്പം വാട്ടർമെലൺ ഇഷ്ടം പോലെ കിട്ടുന്ന സീസണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്